ശാസ്തമംഗലത്തെ കൗൺസിലർ മുൻ DGP കൂടി ആയിരുന്ന ശ്രീലേഖ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ DGP കൂടി ആയ ശ്രീലേഖ ഇപ്പോൾ പത്രിക സമർപ്പണം നടത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. അതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസുകളിൽ കൂടിയാണ് ശ്രീലേഖ കടന്നു വന്നത്. ആ സർപ്രൈസുകൾ ഇവിടെ വട്ടിയൂർക്കാവിലും ആവർത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീലേഖ മുന്നോട്ട് പോകുന്നത്. തന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ, ശക്തമായ രീതിയിൽ തന്നെ വട്ടിയൂർക്കാവിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രത്യേകിച്ച് അവിടെയുള്ള സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ശ്രീലേഖ വളരെയധികം ശക്തിയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഔദ്യോഗിക രംഗത്ത് അത്രയും വളരെ വിശിഷ്ടമായ, അത്രയും ഉയർന്ന ഒരു പദവി വഹിച്ച ഒരു വനിത എന്ന ഒരു വിചാരമോ അത്തരത്തിലുള്ള ഒരു ഭാവങ്ങളോ ഒന്നുമില്ലാതെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്, ഇനി നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ശ്രീലേഖ IPSനുള്ളത്. അത് ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയിൽ തിരുവനന്തപുരം മുഴുവനും കണ്ടതാണ്. അവിടെ വളരെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുന്നിട്ട് നിന്ന് തന്നെ ശ്രീലേഖ സ്ത്രീജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കർമാനൂസ് പ്രേക്ഷകരും കണ്ടിരുന്നു. ശ്രീലേഖ IPS വന്നു കഴിഞ്ഞാൽ തന്നെ അത് സ്ത്രീകൾക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു സ്ഥാനാർത്ഥി ആണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തിനും ആരുടെയും മുന്നിൽ ചൂളാതെ മറുപടി പറയുന്ന ചില ഘട്ടങ്ങൾ നമ്മളെല്ലാവരും ഇതിനകം തന്നെ കണ്ടിരുന്നു. ആരെയും ഭയക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്നിനും ഒരു ഭയപ്പാടില്ലാതെയാണ് പലതിനും ശ്രീലേഖ പ്രതികരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ശക്തിയായ, കരുത്തിയായ ഒരു സ്ത്രീയെയാണ് നമുക്ക് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഭരിക്കാൻ വേണ്ടത് എന്ന് വട്ടിയൂർക്കാവിലെ സ്ത്രീകളും തീരുമാനിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ ശരിക്കും പോരാട്ടം കഠിനം തന്നെയായിരിക്കും. അവിടെ മുരളീധരനുണ്ട്, K മുരളീധരനുണ്ട്, അതുപോലെ തന്നെ VK പ്രശാന്ത് ഉണ്ട്. ഇവരോടൊപ്പമുള്ള ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ അതൊന്നും ശ്രീലേഖയെ അലട്ടുന്നതേയില്ല. തന്റെ കൂടെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ ഉണ്ട് എങ്കിൽ തനിക്ക് എല്ലാ കാര്യങ്ങളും, തനിക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിഷ്പ്രയാസം ജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശ്രീലേഖ ഉള്ളത്. പിന്നീട് ശ്രീലേഖയ്ക്കുള്ള എല്ലാ സപ്പോർട്ടും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവിധ സപ്പോർട്ടുകളും നൽകാൻ പാർട്ടിയും അണികളും ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു നിലപാട് തന്നെയാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ജനങ്ങളോട് ഉണ്ടാകുന്നത്. മുൻപ് പല അവസരങ്ങളിലും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരങ്ങളിലും തന്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം ശ്രീലേഖ നടത്തിയിരുന്നു. അതിൽ വിജയിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ, മുൻ DGP കൂടിയായ ശ്രീലേഖ എന്ന് കേൾക്കുമ്പോൾ തന്നെ, മുൻ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർ, അത് സ്ത്രീ ജനങ്ങൾ മാത്രമല്ല പുരുഷന്മാരുൾപ്പെടെയുള്ള വോട്ടർമാർക്കൊക്കെ ഒരുപാട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീയെ കൊണ്ട്, ഈ ഒരു വനിതയെ കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ മാഡത്തിനും ഞങ്ങൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.